ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുരുകക്ഷേത്രമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു മുരുകക്ഷേത്രം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരുപാട് കൊത്തുപണികളും ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുരുകക്ഷേത്രമാണ് ഈ കാണുന്നത്. മാത്രമല്ല അത് വലിയൊരു ക്ഷേത്രമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ. ഇത് ഏതാണ് വെച്ചെങ്കിൽ നെല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം എന്നാണ് പറയുക. അതായത് ഇവിടെ മുരുകനെയാണ് കന്ദസ്വാമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നെല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ചെയ്യാനൊന്നും ഇവിടെ അനുവാദമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് കൊത്തുപണികളും ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ നമ്മളെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ധാരാളം ഉണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോകളോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ല അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് പുറം ലോകം കാണിക്കാൻ പറ്റാതിരിക്കുകയാണ്. കാരണം വെച്ചെങ്കിൽ എന്തോ അതിൻ്റെ കാര്യം എനിക്ക് അറിയില്ല. ഏതൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും വീഡിയോ ചെയ്യാൻ പാടില്ല, അല്ലെച്ചെങ്കിൽ അതിൻ്റെ ചിത്രപ്പണികളും അതിൻ്റെ ഉള്ളിലെ കൊത്തുപണികളും അങ്ങനെയുള്ള സംഭവങ്ങൾ പുറം ലോകം കാണരുത് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഹിന്ദുവിൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു കൾച്ചർ നമ്മളെ ഇന്ത്യ വിട്ട് പുറം ലോകത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ വേദനയോട് കൂടിയിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ താജ്മഹൽ ലോകത്തിലെ 7ാമത്തെ അത്ഭുതം എന്ന് പറയും. പക്ഷേ നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, ഇതുമാതിരി കൊത്തുപണികളുള്ള ഒരുപാട് ക്ഷേത്രങ്ങളെ നോക്കുമ്പോൾ താജ്മഹൽ അതിൻ്റെ ഒന്നും അടുത്തേക്ക് എത്തില്ല. പക്ഷെ താജ്മഹൽ മാത്രം ഇന്ത്യയുടെ പുറത്ത് പോയി അത് 7ാം അത്ഭുതമായി മാറി എന്നുള്ളതിൻ്റെ കാരണം വെച്ചാൽ അത് പുറം ലോകം കാണിക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിലുള്ള നമ്മളെ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളോടൊക്കെ കൂടിയിട്ടുള്ള ഇതേമാതിരിയുള്ള ക്ഷേത്രങ്ങളും സമുച്ചയങ്ങളും ഒന്നും പുറം ലോകം കാണരുത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കന്ദസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് ജസ്റ്റ് 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയൊരു മൊണാസ്ട്രി ഉണ്ട്. അതായത് ബുദ്ധക്ഷേത്രം, ബുദ്ധ കൾച്ചറൽ സെൻ്ററൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ട അവിടുത്തെ മതിൽകെട്ടൊക്കെ നോക്കി വളരെ മനോഹരമായിട്ട് ആനകളുടെ തലകൾ വെച്ചിട്ടുള്ള അത്രയും വലിയൊരു കോമ്പൗണ്ടിന് ചുറ്റും അത്രയും വലിയൊരു മതിലൊക്കെ കെട്ടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുദ്ധ മൊണാസ്ട്രി. പക്ഷെ അവിടെയൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ അതിനൊന്നും ഒരു റിസ്ട്രിക്ഷനും ഇല്ല എന്നുള്ളതാണ്. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുപോയി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ. നമ്മളെ കന്ദസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണെന്ന് വിചാരിക്കും. ആ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാ തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണെന്ന് തോന്നും. പക്ഷേ നമ്മളെ തമിഴ്നാട്ടിലോ കേരളത്തിലോ അല്ല ഈ ക്ഷേത്രം. അതായത് തമിഴ്നാട്ടിൽ നാഗപട്ടണത്തിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ജാഫ്നയിലാണ് ഈ നെല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം ഉള്ളതും അതിനോട് ചേർന്നിട്ടുള്ള ഈ കാണുന്ന ബുദ്ധ മൊണാസ്ട്രിയും ബുദ്ധ കൾച്ചറൽ സെൻ്ററൊക്കെ ഉള്ളത്. ഞങ്ങൾ തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്ന് ശ്രീലങ്കയിലെ ജാഫ്നയ്ക്ക് ബോട്ടിലാണ് വന്നത്, ഫെറി സർവീസിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു പട്ടണം തമിഴ്നാടിനോട് വളരെ അടുത്ത് കിടക്കണം. അതുകൊണ്ടാണ് നമുക്ക് ബോട്ടിന് വരാൻ സാധിച്ചത്. മാത്രമല്ല ജാഫ്ന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തമിഴ്നാട് തന്നെ, എല്ലാ ആൾക്കാരും തമിഴാണ് പറയണത്. പക്ഷേ ശ്രീലങ്കയിലെ മറ്റേ കൊളംബോയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സിംഹള ഭാഷയാണ് അധികവും പറയുന്നത്. പക്ഷേ ജാഫ്നയുടെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴ് തന്നെയാണ് കൂടുതലും സംസാരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ. മാത്രമല്ല ഒരു തമിഴ് കൾച്ചർ തന്നെയാണ്, ഒരു തമിഴ് സംസ്കാരം, എല്ലാതും ഒരു തമിഴ് ശൈലിയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ എങ്ങനെ എത്തിപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരി തന്നെയാണ് ജാഫ്നയിലെത്തിയാലും നമുക്ക് കാണാൻ കഴിയുക. അതുമാത്രമല്ല തമിഴ്നാട്ടിൽ വന്ന മാതിരി തന്നെ ഒരുപാട് വലിയ വലിയ ക്ഷേത്രങ്ങൾ, അതും മുരുക ക്ഷേത്രങ്ങളാണ് അധികവും നമുക്ക് ഈ ജാഫ്നയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ജാഫ്നയിൽ ചെറിയൊരു വിഭാഗം ആൾക്കാർ ബുദ്ധവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ചെറിയ ബുദ്ധ മൊണാസ്ട്രികളും ബുദ്ധ പ്രതിമകളൊക്കെ നമുക്ക് ജാഫ്നയിൽ കാണാച്ചെങ്കിലും അവിടെ നിന്ന് ജാഫ്നയിൽ നിന്ന് വിട്ട് കൊളംബോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സിംഹളരധികവും ബുദ്ധവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊളംബോയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ മൊണാസ്ട്രികൾ കാണാൻ പറ്റും, വലിയ ബുദ്ധ പ്രതിമകൾ ഒക്കെ നമുക്ക് കൊളംബോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ശരിക്കും പറഞ്ഞാൽ തമിഴ് ഒരു വംശജർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ട് വെച്ചാൽ പോലും അത്ര അധികമൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ബുദ്ധ മൊണാസ്ട്രികളും ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കൊളംബോയിലെ മൊണാസ്ട്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധ മൊണാസ്ട്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പെയിൻറ്റിങ്സ്, അവിടുത്തെ ചിത്രപ്പണികളൊക്കെ വളരെ മനോഹരം. അത് ഗോൾഡൻ പെയിൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അതേമാതിരി വളരെ ഡാർക്കായിട്ടുള്ള ചുവന്ന കളറിലൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഈ മൊണാസ്ട്രികളിലൊക്കെ കാണുക. അതേമാതിരി തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ. അതായത് ശ്രീലങ്കയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികൾ, വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഗോൾഡൻ പെയിൻറ്റിലും ഗോൾഡൻ ഒരു ഇതിലൊക്കെയാണ് അവിടെ കാണാൻ പറ്റുള്ളൂ. അതേമാതിരി വളരെ ഡാർക്ക് ചുവന്ന കളറിലുള്ള ചിത്രപ്പണികളൊക്കെയാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലും നമുക്ക് ഈ ശ്രീലങ്കയിൽ കാണാൻ പറ്റുക. ഇപ്പം നിങ്ങൾ ഈ ഒരു ബുദ്ധ മൊണാസ്ട്രിയുള്ളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ ചുമർ ചിത്രങ്ങളും ഒക്കെ അധികം ഗോൾഡൻ പെയിൻറ്റും അല്ലെങ്കിൽ വളരെ ഡാർക്കും വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സുകൾ കാണാൻ പറ്റും.
അതുപോലെ തന്നെ ജാഫ്നയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും പ്രകൃതിയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം ഉണ്ടാകും, ചില ഭാഗം നമ്മൾ കേരളത്തിൻ്റെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം ചില ഏരിയയിൽ തെങ്ങുകളൊക്കെ കൂടുതലുണ്ട്, ചില ഏരിയയിൽ ഈ പനകളും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീലങ്കയിലുള്ള ജാഫ്നയിലെ നെല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം, അതേമാതിരി നെല്ലൂർ ബുദ്ധമൊണാസ്ട്രിയുടെയൊക്കെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം.